എത്ര കണ്ട് ബാധിക്കും എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന കാര്യമാണ്. എന്തായാലും റോസ്നെഫ്റ്റും ലൂക്കോയിൽ കമ്പനികളുമായി ഇടപാടുള്ള ചൈനീസ് ബാങ്കുകളുണ്ട്, UAE ട്രേഡർമാരുണ്ട്, ഇന്ത്യൻ എണ്ണ കമ്പനികളുണ്ട് തുടങ്ങിയവയ്ക്ക് US ഉപരോധം നടപ്പിലാക്കുമോ എന്നുള്ളതും ഒരു ആശങ്കയായി നിൽക്കുന്നു. ആ രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചൈനീസ് ബാങ്കുകളിലും UAE ട്രേഡർമാരിലും ഇന്ത്യൻ ബാങ്കുകളിലുമൊക്കെ ഇതിൻ്റെ ഒരു അലകൾ വന്നാൽ സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ പ്രതിരോധം വന്നാൽ ക്യാഷ് ട്രാൻസാക്ഷനും വലിയൊരു പ്രശ്നമായിരിക്കും. US കമ്പനിയിൽ നേരിട്ട് ഇന്ധനം സ്വീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾ ശ്രമിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് കടന്നിട്ട് കമ്പനികളിൽ നിന്ന് സാധനം വാങ്ങിയാൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി ആഗോള തലത്തിലുണ്ടാക്കുകയും ആ ആഗോള തലത്തിലുണ്ടാക്കുന്ന മാന്ദ്യവും പ്രശ്നവും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ള ഭയന്നുകൊണ്ട് എണ്ണ കമ്പനികളും ഇതിനകത്ത് ഒരു ചില നടപടികളിലേക്ക് പോകുന്നതെന്ന് പറയുന്നു. നേരിട്ട് ഈ കമ്പനികളിൽ നിന്ന് പിന്നെ ഇത് എണ്ണ വാങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. റോസ്നെഫ്റ്റ് ലൂക്കോയിൽ കമ്പനികളിൽ നിന്ന് എണ്ണ അപൂർവമായി മാത്രമേ നേരിട്ട് പർച്ചേസ് നടത്താറുള്ളൂ. അതേസമയം വിപണി വിദഗ്ധർ പൊതുവെയുള്ള വ്യാപാരത്തിൻ്റെ സിംഹഭാവവും ഇടനിലക്കാർ വഴിയാണ്. ഇതിനാൽ US ഉപരോധം നേരിട്ട് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കാനിടയില്ലെന്നുള്ളൊരു വാദവുമുണ്ട്. നമ്മൾ നേരിട്ട് എണ്ണ വാങ്ങുന്നില്ല, ഇടനിലക്കാർ വഴിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്കിത് വലിയ പ്രതിസന്ധി വരില്ല എന്നും പറയുന്നു. എന്തായാലും അതിനിടയിലാണ് അമേരിക്കയും ഇന്ത്യയുമായുള്ള മറ്റ് ചർച്ചകളും നടക്കുന്നത്. നമ്മുടെ തീരുവ നമുക്ക് എതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ 15%, 50%, ആദ്യം 25% ഏർപ്പെടുത്തി, പിന്നെ അത് എന്നിട്ട് ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് 50% ഏർപ്പെടുത്തി. അപ്പോഴും ഇന്ത്യ സീരിയസ് ആയിട്ട് അത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ 15% കൊണ്ടുവരാം എന്ന് അമേരിക്ക ഒരു ധാരണയിൽ വന്നിട്ടുണ്ട്.